ഭ്രാന്തന്റെ പെണ്ണ് അവസാന ഭാഗം. രചന മുകുന്ദനുണ്ണി അമ്പാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോളിങ്ങനെ ഇരിക്കല്ലേ, മോൾ തറവാട്ടിലേക്ക് പോയിക്കോളൂ, വൈദ്യൻ ഇപ്പോൾ വരും. മോളിവിടെ നിന്നാ. അച്ഛന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. എനിക്കൊരു തരി പോലും ഭയമില്ല, എന്റെ മനുവായിട്ട് എനിക്കറിയാം, ഒരിക്കലും കഴിയില്ല എന്നെ. പക്ഷേ മോളെ, കഴിയില്ല എനിക്ക് പോവാൻ. അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അയാൾ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പോയി. അടച്ചിട്ട മുറിയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതെയായപ്പോൾ അവൾ മുറിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നു. വാതിൽ തുറന്നു നോക്കിയത് മുറിയിൽ ഗൗതമനെ കാണുന്നില്ല. വേണി സ്നേഹത്തോടെ അവനെ വിളിച്ചു, മനുവേട്ടാ. മുറിയുടെ അകത്തൊരു കോണിൽ കിടക്കുന്ന അവനരികിലേക്ക് പയ്യെ അവൾ നടന്നെടുത്തു. അവനെ കണ്ടത് അവളൊന്ന് ഞെട്ടി. ഓടി അവനരികിലെത്തി തറയിലിരുന്നു. എന്താ മനുവേട്ടാ ഇത്? അവന്റെ കയ്യിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നു. അടുത്ത് പൊട്ടിക്കിടക്കുന്ന ചില്ല് കണ്ണാടി. ഒരു കഷ്ണം തുണിയെടുത്ത് അവന്റെ കയ്യിൽ കെട്ടിയിട്ട് അവൾ അച്ഛനെ വിളിക്കാൻ പുറത്തേക്ക് ഓടി. അച്ഛാ! വേണിമോളുടെ ശബ്ദമാണല്ലോ. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും പിന്നിലായി കിതച്ചുകൊണ്ട് അവൾ നിൽക്കുന്നുണ്ട്. അച്ഛാ, മനുവേട്ട കയ്യിൽ ഞരം മുറിച്ചു, ചോര അവിടെ നിറയെ, വേഗം വായോ. അവൾ കിതപ്പ് മാറ്റാൻ ശ്രമിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും വൈദ്യനെയും കൂടി പിള്ള അകത്തേക്ക് കയറി. പെട്ടെന്ന് എല്ലാവരും ഗൗതമന്റെ മുറിയിലേക്ക് പോയി. അവനെ പിടിച്ച് കട്ടിൽ കിടത്തി മുറി വെച്ച് കെട്ടി. അവൻ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ചുണ്ടുകൾ എന്തോ പറയാൻ വെമ്പുന്ന പോലെ. അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യാൻ തുടങ്ങി. മുറിയിൽ നിന്ന് അവനെ നോക്കി വൈദ്യൻ അവളോടായി പറഞ്ഞു, മോള് പേടിക്കണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവൾ വൈദ്യനോടൊന്ന് മൂളിയിട്ട് അവനരികിലിരുന്ന് പയ്യെ അവന്റെ നെറ്റിയിൽ തലോടി. അച്ഛനും പിള്ളയും വൈദ്യനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. മനുവിന്റെ കാര്യം പേടിക്കാൻ മാത്രമൊന്നുമില്ല, അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ കാരണം വേണിക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന പേടിയുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത്. പക്ഷേ ഇന്ന് വരെ ഇങ്ങനെയൊന്നും എൻ്റെ മോൻ, എനിക്ക് പേടി കൂടുന്നുണ്ട്. ഒന്നുകിൽ എൻ്റെ മോൻ അല്ലെങ്കിൽ വേണി, അറിയില്ല. പക്ഷേ പേടിക്കണ്ടടോ, നമുക്ക് അവനെ ഭ്രാന്തില്ലാത്ത മനുവായിട്ട് തിരികെ കിട്ടും. അവൻ സ്വയം അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്നേഹത്തെക്കാളും വലിയ മരുന്നില്ല. അവളോടുള്ള സ്നേഹം, അതൊന്നു മതി നമ്മുടെ മനു തിരികെ വരാൻ. വൈദ്യന്റെ വാക്കിൽ കേട്ട അയാൾ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. മനുവേട്ടാ! കരഞ്ഞുകൊണ്ട് അവനരികിരിക്കുമ്പോൾ മനസ്സിലെ പ്രാർത്ഥന മാത്രമായിരുന്നു, നല്ല ദിനങ്ങൾ വീണ്ടും തിരികെ വരാൻ, ഗൗതമന്റെ അസുഖം മാറാൻ. ഉറക്കത്തിൽ അവൻ വ്യക്തമല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു. ഞാനില്ലാതെയായ മാത്രമേ എൻ്റെ വേണി, നീ എന്നെ വെറുക്കരുത് വേണി. ഇല്ല മനുവേട്ട. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവന്റെ കയ്യിൽ വീണ് ചിതറി. പതിയെ കണ്ണുകൾ തുറന്ന് അവൻ അവളെ നോക്കി. മനുവേട്ട! വേണി. വീണ്ടും പയ്യെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ കിടന്നു. കണ്ണുകൾ തുടച്ച് അവനരികിലിരുന്ന് അവന്റെ വലതു കൈ പതിയെ എടുത്ത് വേണി അവിടെ വയറോട് ചേർത്തു. മനുവേട്ട, ഞാൻ രാവിലെ പറയാൻ വന്ന ഇതായിരുന്നു. ഒരു കുഞ്ഞു മനു വരാൻ പോകുന്നു, നമ്മുടെ കുഞ്ഞ്. പക്ഷെ അത് കേൾക്കാനുള്ള മനസ്സല്ലാലോ എന്റെ മനുവേട്ടനിപ്പോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വീണ്ടും കണ്ണുകൾ പെയ്തു തുടങ്ങി. അവന്റെ കയ്യിലൊന്ന് മുത്തിയിട്ട് അവൾ കിടക്കയിൽ വെച്ചു. അവനരികിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിൽ ചിതറിക്കിടക്കുന്ന കുപ്പികളും ചില്ലുകളും പെറുക്കിയെടുത്തു. ഒരു മൂലയിലെല്ലാം കൂട്ടി വെച്ചിട്ട് ചൂലെടുത്തെല്ലാം അടിച്ചു വാരി മുറിയൊന്ന് തുടച്ച് വൃത്തി വരുത്തി. കൈയും മുഖവും കഴുകി വീണ്ടും ഗൗതമന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അയാൾ അവളെ തടുത്തുകൊണ്ട് പറഞ്ഞത്, മോള് മനുവിൻ്റെ അടുത്തേക്കാണോ? വേണ്ട, ഇന്ന് അവൻ്റെ കൂടെ ഒരു മുറിയിൽ വേണ്ട. ഇല്ല, മനുവേട്ടനെ തനിച്ചാക്കിയിട്ട് ഞാൻ മാറി നിൽക്കില്ല. പക്ഷേ എന്തോ ഓർത്ത് എന്ന പോലെ അവളെ നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കും പേടി തോന്നുന്നുണ്ട് ഇപ്പോൾ. ഞാൻ മനുവേട്ടനെ തൊട്ടടുത്ത മുറി കിടന്നോളാം ഇന്ന്. അതാ നല്ല കുട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. വേണി അത്രയും പറഞ്ഞ് മുറിയിലേക്ക് കയറി. അയാൾ അവളെ നോക്കി, പിള്ളയുടെ മുഖത്തേക്ക് നോക്കി. പിള്ളേ, എനിക്ക് മനസ്സിലാവുന്നില്ലടോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോൻ. മൗനം മാത്രമായിരുന്നു പിള്ളയുടെ മറുപടി. അയാൾ താടിയിൽ കൈവച്ച് അച്ഛനെ നോക്കി സങ്കടത്തോടെ മുഖം കുനിച്ചു. നേരെ സന്ധ്യ മയങ്ങി തുടങ്ങി. വേണി തുളസി തറയിൽ വിളക്ക് വെച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. മനുവേട്ടൊന്നും കഴിച്ചില്ല. അവന് ഉണരാതെ എങ്ങനെയാ? മനുവേട്ടൻ മാത്രമല്ല, ഇവിടെ ആരൊന്നും കഴിച്ചിട്ടില്ല. അച്ഛൻ അത്താൻ കഴിച്ചിട്ട് കിടന്നാൽ മതി. മോള് ചെല്ല്. നേരെ മിനിറ്റ് മൂടി തുടങ്ങുമ്പോൾ അയാളുടെ നെഞ്ചിരിപ്പ് കൂടി വന്നു. കൈകൾ വിറക്കുന്നു, കാലുകൾ തളരുന്നു. അയാൾ കണ്ണുകളടച്ച് ചാരുകസേരയിൽ കിടന്നു. പെട്ടെന്ന് കുളക്കടവിൽ മരിച്ചിടക്കുന്ന ഭാര്യയുടെയും അയാളുടെ മൂത്ത സഹോദരന്റെയും മുഖമോർത്തുകൊണ്ട് അയാൾ ഞെട്ടി ഉണർന്നു. ശബ്ദം കേട്ട് പിള്ള അങ്ങോട്ട് ഓടിയെടുത്തു. എന്താ ഉണ്ടായത്? ഒന്നുമില്ല. ഓരോന്ന് ചിന്തിച്ച് കണ്ണടച്ചപ്പോ ഒന്നും ഉണ്ടാവില്ല. തമ്പുരാൻ പേടിക്കാതെ. എടോ, സമയം പോകുന്തോറും ഭയം ഇരട്ടിക്കുക. ഒന്നും സംഭവിക്കില്ല. പുറത്ത് ഇരുട്ട് കൂടുതൽ വ്യാപിച്ചു. ആകാശത്ത് നക്ഷത്രങ്ങൾ വിടർന്നു. വേണി ഗൗതമനെ വിളിച്ചുണർത്തി. അവൻ കണ്ണുകൾ തുറന്ന് പയ്യെ ചുറ്റിലും നോക്കി. വേണി, ഞാൻ ഇവിടെ തന്നെയുണ്ട്. വേണി, ഞാൻ വിശക്കുന്നില്ലേ? വാ കഴിക്കാം. വേണ്ട വേണി, എനിക്ക് വയ്യ, ഞാൻ കിടന്നോട്ടെ. കവിളിലെ കണ്ണുനീർ തുള്ളികൾ തുടച്ചിട്ട് അവനെ നെറ്റിയിൽ തലോടി. അവൻ മേലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു.
വേണി അവിടുന്ന് എഴുന്നേറ്റ് മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി താക്കോലെടുത്ത് തൊട്ടടുത്ത മുറിയിലേക്ക് കയറി. ഒരാളൊഴികെ എല്ലാവരും തറവാട്ടിൽ ഉറക്കമായി. ക്ഷീണം കൊണ്ട് വേണി മയങ്ങിയിരുന്നു. പക്ഷേ ഗൗതമന്റെ അച്ഛന് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ മുറിയിൽ തലങ്ങും വിലങ്ങും കുറേയേറെ നേരം നടന്നു. പിന്നീട് കൂജയിൽ നിന്ന് അല്പം വെള്ളം കുടിച്ച് കട്ടിൽ കിടന്നു. നേരം പുലരാൻ നിമിഷങ്ങൾ നിൽക്കവേ വേണിയുടെ മുറിയിൽ നിന്ന് ശബ്ദം. ഭഗവാനെ ചതിച്ചോ? വേണിമോളുടെ ശബ്ദമല്ലേ അത്? അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ഗൗതമന്റെ മുറി തുറന്നു കിടക്കുന്നു. വേണിയുടെ മുറിയുടെ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ അതകത്തുനിന്ന് കുറ്റിയിട്ടതാണ്. ഭഗവാനെ, ഭയന്ന് സംഭവിച്ചോ? മോളെ വേണി, വാതിലർക്ക്! അയാൾ വാതിൽ ആഞ്ഞു മുട്ടി. കുറെ നേരം ശ്രമിച്ചു. ഒടുവിൽ പിള്ളയെ ഉറക്കെ വിളിച്ചു. എടോ പിള്ളേ, താനിത് ഏത് നരകത്തിൽ പോയി കിടക്കുവാണോ? പെട്ടെന്ന് പുറകിൽ നിന്ന് തലയിൽ ശക്തമായി ആരോ അടിച്ചു. അയാൾ നിലത്ത് വീണ് പിടഞ്ഞു. ബോധം മറയും മുന്നേ അയാൾ ആ മുഖം വ്യക്തമായി കണ്ടു. ചുണ്ടുകൾ മൊഴിഞ്ഞു. പല്ല് കടിച്ചുകൊണ്ട് അയാൾ പിള്ളയെ നോക്കി. പിള്ള പുച്ഛത്തോടെ അയാളെ നോക്കി ചിരിച്ചു. എന്നിട്ട് വേണിയുടെ മുറിയുടെ വാതിൽ ആഞ്ഞ് ചവിട്ടി. പിള്ളേ, വേണ്ട, അവളൊന്നും ചെയ്യരുത്! പിള്ളയുടെ കാലിൽ പിടിച്ചളഞ്ഞ അയാൾ ഒന്നുകൂടി അടിച്ചു വീഴ്ത്തി. പിള്ള വാതിൽ തുറന്നു. വേണിയുടെ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് പിള്ള അകത്ത് കയറി. അകത്ത് മുറിയിൽ കട്ടിൽ കിടക്കുന്ന വേണി വാതിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റു. മുറിയുടെ ഒരു കോണിൽ ഭയന്ന് ധരിച്ചിരിക്കുന്നുണ്ട്. ആളുടെ ചുണ്ടുകൾ ഭയം കൊണ്ട് വിറച്ചു. തൊണ്ട വരണ്ടു. അവൾ വാ പൊത്തി പിടിച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു. പിള്ളയുടെ പുറകിലായി മറ്റാരോ നിൽക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. സൂക്ഷിച്ചു നോക്കി. ആ രൂപം കൂടുതൽ അടുത്തേക്ക് വരുന്നു. ചീരു. ചീരുവിന് പുറകിലായി ഗൗതമനും. അവനെ കണ്ടതും വേണി ശ്വാസം വിട്ടുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. ഗൗതമൻ ചീരുവിനെയും പിള്ളയും കണ്ടിരുന്നില്ല. പിള്ള ആക്രമിക്കാനെന്നോട് അവളുടെ നേരെ അടുക്കാൻ ഒരുങ്ങവേ പുറകിൽ നിന്നും ഗൗതമനെ അയാളെ വിളിച്ചു. പിള്ളേ, നിങ്ങൾ! പിള്ളേർ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. ചീരുവും ഗൗതമനും അച്ഛൻ തമ്പുരാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റിയിലെ മുറിവ് നോക്കി. രക്തം നിൽക്കുന്ന മട്ടില്ല. ചീരോയുടെ മുണ്ടിന്റെ ഒരു കഷ്ണം മുറിച്ച് അയാളുടെ തലയിൽ കെട്ടി. ഗൗതമൻ പിള്ളയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. തന്റെ നാടകയോട് അവസാനിച്ചു പിള്ളേ. തൊട്ടുപോകരുത് എന്റെ പെണ്ണിനെ! കയ്യിലെ വടിവാൾ ഗൗതമിന്റെ നേരെ ആഞ്ഞു വീശി. പക്ഷെ ഗൗതമന്റെ ദേഹത്തുകൊണ്ടില്ല. അയാൾക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കാതെ അയാളുടെ കൈകൾ പിടിച്ച് വടിവാൾ നിലത്തിട്ട് ഗൗതമൻ അയാളെ ചുമരോട് ചേർത്ത് നിർത്തി അയാളുടെ കഴുത്തിൽ പിടുത്തമിട്ടു. ശ്വാസം മുട്ടിക്കൊണ്ട് അയാൾ വിക്കി വിക്കി പറഞ്ഞു. ഞാനല്ല, ഒക്കെ അയാൾ പറഞ്ഞിട്ടാ. ഗൗതമിന് പുറകിൽ നിന്ന് വേണി അവരോട് പറഞ്ഞു. വീണ്ടും മനേട്ടാ, അയാൾക്ക് പറയാനുള്ള കേൾക്ക്. അവൻ കഴുത്തിൽ നിന്ന് കൈകൾ അയച്ചു. എന്നിട്ട് കട്ടിൽ കാലിനോട് അയാളെ കെട്ടിയിട്ടു. ഇനി പറ, എന്തിനായിരുന്നു ഇതൊക്കെ? എന്റെ അമ്മയും വലിയച്ഛനെന്തിനാ നിങ്ങളും എന്നെ ഒരു ഭ്രാന്തനാക്കിയത് എന്തിനായിരുന്നു? ഒക്കെ ഞാൻ പറയാം. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ച അയാളാ. ആര്? വൈദ്യർ ശങ്കരൻ, ഈ കുടുംബത്തോടുള്ള പക വീട്ടൻ. ഒന്ന് ഞെട്ടിയിട്ട് ഗൗതമന് വേണിയും പരസ്പരം നോക്കിയിട്ട് വീണ്ടും അയാളെ നോക്കി. വൈദ്യനോ? അയാൾക്ക് വേണ്ടിയായിരുന്നു നിങ്ങള്? ആ, ഈ തറവാട് സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടുമെന്ന് അയാൾ പറഞ്ഞപ്പോ ഞാനും കൂടെ നിന്നുപോയി. പിള്ളയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ മുഖം കുനിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു അവൻ ഓർത്ത് അച്ഛന്റെ തലയിലെ മുറിവ് നോക്കാൻ വൈദ്യനെ വിളിക്കാൻ പുറംപണിക്കാരനെ പറഞ്ഞുവിട്ട കാര്യം. ഗൗതമൻ ഒന്നുമില്ല ആ മുറിയിൽ നിന്നിറങ്ങി. വാതിലടച്ചു. കൂടെ വേണിയും അവരച്ഛന്റെ അടുത്തിരുന്നു. നിർത്ത് നിങ്ങളുടെ അഭിനയം. സത്യമായിട്ടും എന്റെ മക്കള് സത്യം, എനിക്കൊന്നും അറിയില്ല. അയാളുടെ വാക്കുകളും മുഖഭാവം കണ്ട് അവൻ പിള്ളയെ നോക്കി. അയാൾക്കൊരു വിജയുടെ ഭാവം മുഖത്തുണ്ടായിരുന്നു. പക്ഷെ വൈദ്യന്റെ വാക്കുകളും മുഖഭാവവും അയാൾ പറയുന്നത് സത്യമാണെന്ന് വിളിച്ചു തോന്നി.
അവൻ വൈദ്യന്റെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി പിള്ളയുടെ കഴുത്തിൽ കൈമുറുക്കി. ശ്വാസം കിട്ടാൻ പിടുന്ന അയാളെ കണ്ടപ്പോൾ വൈദ്യൻ അവന്റെ കൈകൾ പിടിച്ചു മാറ്റി. മോനെ നീ എന്തായി ചെയ്യണേ? അയാളെ വിടുക. ഇയാളെ എന്റെ അമ്മയെ കൊന്ന് എന്റെ അച്ഛനെ ഇയാളെ ഞാൻ അവൻ പറയുന്നതായിട്ട് പുച്ഛങ്ങളെന്ന ചിരിയുടെ പിള്ള പറഞ്ഞു. അതെ, കൊന്നു. എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയവരെ കൊന്നു ഞാൻ. ഈ തറവാട് ഇവിടെയുള്ള ഓരോ ആളുകളും ഇല്ലാതാവണം, എങ്കിലും എന്റെ പകണയൂ. അയാളുടെ മുഖത്ത് ഗൗതമിന്റെ വിരലുകൾ ശക്തിയായി പതിഞ്ഞു. വേദനയിൽ അയാൾ ചിരിച്ചു. നിന്റെ അച്ഛനും ഭാര്യയും ഈ നിമിഷം ലോകം വിട്ടു പോയിട്ടുണ്ടാവും. ഗൗതമൻ അത് കേട്ട് ഞെട്ടിവറയ്ക്കുമെന്ന് കരുതിയ പിള്ളയെ അത്ഭുതപ്പെടുത്തി. അവൻ അയാളെ നോക്കി ചിരിച്ചു. അവര് ആ പ്രായം ചെന്ന ചീരും എന്റെ അമ്മയെ കൊന്ന ആ ദുഷ്ടസ്ത്രീയാണോ അവരെയും കൊല്ലുന്നു? പിള്ള അവനെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ കണ്ണുകൾ വാതിലരികിലേക്ക് പായിച്ചു. ചീരു തലകുനിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. പുറകിലായി വേണിയും മണിയനും. മണിയൻ അവളുടെ കൈകൾ കെട്ടിയിട്ടുണ്ട്. ഒന്നും മനസ്സിലാവാതെ പിള്ള അവരെ നോക്കി. എന്നോട് ക്ഷമിക്കണം വൈദ്യർ മാമ. ഇയാളുടെ ഇവിടെ ഈ നാടകത്തിൽ മാമയുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. മോനെ, ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? ഒക്കെ ഞാൻ പറയാം. ഈ ദ്രോഹികളാ ഇവിടെ നടന്ന ഓരോ മരണത്തിനും കാരണം. മുത്തച്ഛന്റെ മരണം എന്റെ മനസ്സിന്റെ താളം മുഴുവൻ ഇല്ലാതാക്കി. പക്ഷെ എല്ലാം മറന്നു വന്ന എന്റെ മനസ്സിന്റെ താളം വീണ്ടും നഷ്ടപ്പെടുത്താൻ എന്റെ മരുന്നിന് മായം ചേർത്ത് ഇവരുടെ ബുദ്ധിയാ. എന്റെ സമനില ഇല്ലാതാക്കി വല്യച്ഛന്റെ മരണം എന്റെ തലയിൽ കെട്ടിവെച്ചു. ഇത്രയും വേണി അറിഞ്ഞ കഥ ബാക്കിയുടെ വായിൽ തന്നെ കേൾക്കാം. പറയണോ? അയാൾ അടുത്തിരുന്ന് അവൻ കോപത്തോടെ അലറി. പിള്ള നിറഞ്ഞ പകയോടെ അവന് നോക്കി പറഞ്ഞു. അയാൾ നിന്റെ വല്യച്ഛൻ. അയാളെ ഇല്ലാതാക്കാനായി ഞങ്ങൾ ശ്രമിച്ചു. വലിയമ്പരാൻ മരിച്ചപ്പോൾ സുഖമില്ലാതെ മനുക്കുഞ്ഞും. അയാൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ ഗൗത ഇടൽ കയറി ദേഷ്യത്തോടെ പറഞ്ഞു. മനിക്കുഞ്ഞോ? നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെയാണോ? ഇനി അങ്ങനെയൊന്നും ഈ നാവിൽ നിന്ന് ഞാൻ കേൾക്കരുത്. അയാൾ മുഖം താഴ്ത്തി വീണ്ടും തുടങ്ങി. മനുവിന്റെ അസുഖം ഭേദമായപ്പോ എന്റെ തന്ത്രപ്രകാരം മരുന്ന് മാറ്റി. പിന്നെ ഇവിടുത്തെ മൂത്തപുത്രൻ ആ ദ്രോഹി അയാളെ കൊന്നു. ഇവിടുത്തെ തറവാട്ട് കുളത്തില് ചീരുവിന്റെ മകളെ ഇല്ലാതാക്കിയ ആ ദ്രോഹിയെ നിന്റെ വല്യച്ഛൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലെങ്കിലും അവൾ എന്റെ ചോര തന്നെയായിരുന്നു. സ്നേഹിച്ചു വഞ്ചിച്ച് കൊന്നുകളഞ്ഞ എന്റെ കുഞ്ഞിനെ നിന്റെ വല്യച്ഛൻ. സ്വന്തം ചോര ഒളിപ്പിച്ച് വളർത്തിയ താനാണോ ന്യായം പറയുന്നത്? തെറ്റെയ്ത വല്യച്ഛൻ. എന്റെ അമ്മ എന്ത് കഴിച്ചു? ഞാനും അച്ഛനൊക്കെ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ ഞങ്ങളോട് ഈ പക? വല്യച്ഛന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട സത്യങ്ങൾ അറിഞ്ഞപ്പോ തമ്പുരാട്ടിയും പിന്നെ ഈ തറവാട്ടിലെ ഓരോ ജീവനും ഇല്ലാതാക്കുന്നതിൽ ഒരു ഹാരായിരുന്നു. വേരോടെ ഇല്ലാതാക്കാൻ നോക്കി. വേണിയുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിച്ചു. ഇന്ന് എല്ലാവരെയും ഇല്ലാതാക്കി. ഈ തറവാട്ടിലെ എല്ലാ സന്തോഷവും നഷ്ടമാക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ. അയാൾ അത്രയും പറഞ്ഞ് മുഖം താഴ്ത്തി. അയാളുടെ മുഖമുയർത്തി വേണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട്. വേണി അവളെനിക്ക് കിട്ടിയ കോടി പുണ്യമാണ്. ചീരു പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ പിന്നിലായി വന്നപ്പോൾ അവളുടെ മുഖത്തെ ഭാവിത്യാഗം ശ്രദ്ധിച്ചിരുന്നു. പക നിറഞ്ഞ അവളുടെ മുഖം പെട്ടെന്ന് പേടി നിറഞ്ഞായപ്പോൾ അവളുടെ പങ്ക് വേണിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാ നിങ്ങളുടെ ഈ ദൂഷിച്ച മുഖം വലിച്ചു കയറാനും പറ്റിയത്. പിള്ളയുടെയും ചീരുവിന്റെയും മുഖത്തേക്ക് നോക്കി വീണ്ടും അവൻ പറഞ്ഞു തുടങ്ങി. പിള്ളേ, ഇന്ന് സുഖമില്ലാതായപ്പോൾ ഞാൻ പെട്ടെന്ന് പഴയതുപോലെ തിരികുമെന്ന് നിങ്ങൾ കരുതിയില്ലല്ലേ? എന്നാ കേട്ടോ, അവിടെയാണ് നിങ്ങൾക്ക് പഴച്ച്. എന്റെ വേണി അവളുടെ മുകളിൽ തെളിഞ്ഞു വരും തോറും മനസ്സ് ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് വരും. വേണിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതമൻ പറഞ്ഞു. പുറത്ത് പോലീസ് ജീപ്പിന്റെ ശബ്ദം കേട്ട് ഗൗതമൻ പിള്ളയുടെ കൈയഴിച്ച് പുറത്തേക്ക് നടത്തിച്ചു. ഒപ്പം ചീരുവിനെയും. ജീപ്പിലിരുന്ന് പോകുന്ന അവരെ ഒട്ടും തയ്യില്ല നോക്കിയിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ബോധം വരാതെ കിടക്കുന്ന അച്ഛനരികിൽ നിന്നുകൊണ്ട് അവനെല്ലാം പറഞ്ഞു. നാളുകൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. അച്ഛൻ തമ്പുരാൻ വീണ്ടും പഴയതുപോലെയായി. വീണ്ടും ഹോസ്പിറ്റലാണ്. ഈ തവണ വേണിയാണ് ഹോസ്പിറ്റലുള്ളത്. അവൾ പേറ്റ് നോവേറ്റ് പിടയുകയാണ്. മുറിയിൽ നിന്ന് അവിടെ അലർച്ച കേൾക്കാം. ഗൗതമൻ മുറിയുടെ പുറത്തെ സമാധാന നഷ്ടമായി നടക്കുന്നുണ്ട്. പെട്ടെന്ന് മുറിയിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അവന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഒരു ചോരക്കുഞ്ഞുമായ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. പെൺകുഞ്ഞാ? ഗൗതമൻ അവളെ കയ്യിൽ വാങ്ങി മുത്തു നൽകി. അവർ കുഞ്ഞിനെ തിരികെ വാങ്ങി പോകുമ്പോൾ അവൻ സന്തോഷവാനായിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഭ്രാന്തനാവില്ലെന്ന് ഉറപ്പുണ്ട്. ഇന്ന് ആരെക്കാളും സന്തോഷവാൻ അവൻ തന്നെ, ആ ഭ്രാന്തൻ. അവനെ അറിയുന്ന പെണ്ണിനൊപ്പം, ഭ്രാന്തന്റെ പെണ്ണിനൊപ്പം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.